അത് വിദ്യാർത്ഥികളുടെ സമരമാണ്. വിദ്യാർത്ഥികളുടെ സമരമേ അല്ല, അത് രാഷ്ട്രീയക്കാരുടെ സമരം. അതിനകത്ത് വാങ്ചുങ് എന്ന് പറഞ്ഞിട്ട് നിരാഹാരം കിടന്ന ആൾ പാകിസ്ഥാന് വേണ്ടി സംസാരിച്ചതാണ്. നമ്മുടെ ആർമിക്ക് തണുപ്പത്ത് സർവൈവ് ചെയ്യാൻ വേണ്ടി ഈ ഹോമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോൾ ഇപ്പോൾ രാജ്യസ്നേഹി എന്നാൽ പരീക്ഷ പേപ്പർ ചോർന്നപ്പോൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചോദ്യം ചെയ്ത് അതിനു വേണ്ടിയിട്ട് സത്യാഗ്രഹം കിടന്നപ്പോൾ അവൻ രാജ്യദ്രോഹിയായി. പാകിസ്ഥാൻ്റെ സ്വന്തം ആളായി. അല്ലെങ്കിൽ ഈ ഇരട്ടത്താപ്പ് എന്ന് പറഞ്ഞു, ഇതിന് ഇരട്ടത്താപ്പ് എന്നല്ല പറയാം, ഇതിന് തന്തക്ക് പറക്കാത്ത പരിപാടി എന്ന് പറയാം. കാരണം ഇവരോട് ചോദ്യം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ അപ്പോൾ രാജ്യദ്രോഹികളാണ്. ഇവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ട് ഇവർ ചെയ്യണ തന്തയില്ലാത്ത പരിപാടിയൊക്കെ ചെയ്യണതിന് സപ്പോർട്ട് ചെയ്ത് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അവനൊക്കെ രാജ്യസ്നേഹി. അതാണല്ലോ ഇപ്പോൾ ഗോപാലേട്ടൻ പറഞ്ഞത്. ഇവരുടെ മുക്കിൽ പീഡിയയിൽ മറ്റേ വാട്സപ്പിൽ ഇതേക്കാർ വരുന്നുണ്ടാവുക, ഇവരുടെ സ്റ്റാറ്റസിൽ അതേ വരുന്നുണ്ടാവുക. അല്ലാണ്ട് ഒരു തെളിവ് കാണിച്ചു തരാൻ പറ്റുമോ ഈ തന്തക്ക് മക്കൾക്ക്? കാണിച്ചു തരാൻ പറ്റുന്നുണ്ടെങ്കിൽ കാണിച്ചു പോവാ. അല്ലാണ്ട് ഇവിടെ കടന്നിട്ട് ഇങ്ങനെ കൊണക്കല്ലേ കേട്ടോ. ചാണകം തിന്ന എല്ലാവരും നിൻ്റെ ആ മുക്കിൽ പീഡിയ വാട്സപ്പിലുള്ള മറ്റേ മെമ്പേഴ്സിൻ്റെ മാതിരി ചാണകം തിന്നിട്ടല്ല ഇവിടെയുള്ള ആൾക്കാരൊക്കെ വളരുന്നത്. അത് നിങ്ങൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അത് ഇവിടെ കൊടുത്തിട്ട് വിളമ്പാൻ നിൽക്കണ്ട.